കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വലിയവനാകുന്ന ദൈവം ഈ രാവിലെ നമ്മളെ ഒരുമിച്ച് സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 2025 വർഷത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സൺഡേയും നമ്മളെ വിട്ട് കടന്നുപോയി. ഈ 51ാമത്തെ സൺഡേയിൽ നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളായിരുന്നു നമ്മളുടെ മുമ്പിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്നത്. എത്രയോ പീഡകൾ, കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബാധ്യതകൾ, ഇവയെല്ലാം നമ്മളെ വ്യത്യസ്ത നിലകളിൽ അലട്ടി. എന്നാൽ ഒരിടത്തും തകർന്നു പോകുവാൻ സമ്മതിക്കാതെ, കഷ്ടം നമ്മെ പിടികൂടാതെ, അനർത്ഥങ്ങളും ആപത്തുകളും നമ്മളിൽ സംഭവിക്കാതെ ദൈവം അത്ഭുതാവകവും അതിശയകരവുമായി നമ്മെ നടത്തിയ ദൈവിക വഴികളെ ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം. അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളാണ് അല്പസമയം ഞാനിവിടെ ചിന്തിക്കുന്നത്. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 10 വേർഡ്സ് 28 and 29. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയും ഇല്ല. ദൈവവചനത്തിൽ ദൈവഭക്തന്മാർക്ക് ദൈവിക സംരക്ഷണം വളരെ വ്യക്തമായി ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രധാനമായി യേശുക്രിസ്തു ഒരു ഇടയനായും അതുപോലെ തന്നെ ഇടയൻ്റെ സംരക്ഷണം ഇവയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നാം പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരും അവയെ എൻ്റെ കൈകളിൽ നിന്ന് പിടിച്ച് പറിക്കുകയില്ല. ഞാനിവിടെ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവിക സംരക്ഷണം തൻ്റെ മക്കൾക്ക് ഏത് നിലയിൽ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 28-ാം വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഒന്ന് അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇവിടെ നാം വായിപ്പാൻ ഇടയായി തീർന്നത് ദൈവിക സംരക്ഷണം ദൈവം കൊടുക്കുമ്പോൾ ഒന്നാമത് ദൈവം കൊടുക്കുന്ന സംരക്ഷണം എന്ന് പറയുന്നത് നിത്യജീവനാണ്. നിത്യജീവനാണ്. നമ്മുടെ ആത്മാവ് ഏത് നിലയിലും പാപത്തിലും പാപത്തിൻ്റെ താൽക്കാലികതയിലും നശിച്ചു പോകാമായിരുന്നു. നമ്മുടെ ആത്മാവിന് ചൈതന്യം നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മുതൽ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാമായിരുന്നു. പക്ഷേ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകേണ്ടുന്ന മനുഷ്യനെ ദൈവകൃപയിൽ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്നോടും നിങ്ങളോടും കൃപ തോന്നി. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? നമ്മളെ മക്കളാക്കി തീർത്തു, അവകാശികളാക്കി തീർത്തു, സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർത്തു. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്: വിലയില്ലാത്ത മനുഷ്യനെ വിലയുള്ളവരാക്കി തീർക്കുവാൻ നമ്മളുടെ വില മുഴുവൻ അവൻ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ ഒന്ന്, ദൈവം നൽകുന്ന സംരക്ഷണത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് നമ്മളുടെ ആയുസ്സിന്, നമ്മുടെ ആത്മാവിന് നിത്യതയില്ലാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആത്മാവിന് എന്ത് ചെയ്തു? നിത്യത നൽകി. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മൾ സന്തോഷിക്കേണ്ടുന്ന ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ മറ്റ് പല മതങ്ങളും ചിന്തകളും ഒരുപക്ഷെ പഠിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യൻ്റെ ആയുസ് ഒരുപക്ഷെ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് തീർന്നു പോകും.
അത് കഴിഞ്ഞ് അവൻ മറ്റേതെങ്കിലും രൂപാന്തരം പ്രാപിച്ച് മറ്റേതെങ്കിലും ജീവിയായി പരിണാമമുള്ള അല്ലെങ്കിൽ മറ്റെന്തോ വസ്തുവായി മാറുന്ന ഒരു നിലയിലേക്ക് വരും. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനും നിങ്ങളും നശിച്ചു പോകുന്നവരല്ല. നമ്മളുടെ ഈ ശരീരം, മൺമയമാക്കുന്ന ഈ ശരീരം ഒരുപക്ഷെ നശിച്ചു പോയാലും നമ്മുടെ ആത്മാവ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല. ഈ ആത്മാവിന് എന്ത് ചെയ്യുകയാണ്? യേശു ക്രിസ്തുവിന്റെ രക്തം മുഖേനയുള്ള നിത്യജീവൻ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. സ്തോത്രം. ദൈവത്തിന് ഈ ആത്മാവിന്റെ വില എന്താണ്? നമുക്കറിയാം, ഇന്ന് ലോകം അടുത്ത ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. വളരെ പണിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ വാചകം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തായിരിക്കും പണിപ്പെടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡിസംബർ 25 വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിലെയും ഇന്ത്യയിലെയും ഒക്കെ ഉള്ള കമ്പനികൾ പലതരത്തിലുള്ള മോഡേൺ രീതിയിലുള്ള ക്രിസ്മസ് ട്രീയെ, ക്രിസ്മസ് സ്റ്റാറ്, അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പനെ എന്ന് വേണ്ട പലതിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു പല മാസങ്ങൾക്ക് മുമ്പ്. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ ഇന്ന് ക്രിസ്മസിനകത്ത് നിന്ന് ലാഭം കൊയ്യുന്നതും ക്രിസ്മസ് വരണേയെന്ന് ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ ആരായിരിക്കും? ലോകത്തിലെ കച്ചവടക്കാരാണ്, അല്ലേ? ഇറച്ചിക്കടക്കാര്, ബാറുകാര്, പിന്നെ അതുപോലെ ബേക്കറിക്കാർ, കേക്ക്, ഏതെല്ലാം വെറൈറ്റി കേക്കാണ്. പല പരസ്യങ്ങളും നോക്കിയാൽ ആൽക്കഹോൾ ചേർത്ത കേക്ക്, ആൽക്കഹോൾ ചേർക്കാത്ത കേക്ക് എന്ന് വേണ്ട, ബട്ടർ ചേർത്ത കേക്ക്, ബട്ടർ കേൾക്കാത്ത കേക്ക്, എണ്ണ ചേർത്ത കേക്ക്, എണ്ണ ഇല്ലാത്ത കേക്ക് എന്ന് വേണ്ട വ്യത്യസ്തങ്ങളാകുന്ന കേക്ക്, ഇതെല്ലാത്തിനും വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ലോക മനുഷ്യൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവമക്കളെന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അനേകർക്കും ഇതൊക്കെ ഒരു സെലിബ്രേഷനും അല്ലെങ്കിൽ ഒരു കുടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഹാരമോ ഒക്കെയായി മാറുമ്പോൾ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒരുവനിൽ ഉണ്ടാകേണ്ടുന്നത്, സ്തോത്രം, ക്രിസ്തുവിൻ്റെ ജനന നിമിത്തം എനിക്ക് ലഭ്യമായ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് നിത്യജീവൻ കിട്ടി. സ്തോത്രം. ഞാൻ ദൈവരാജ്യത്തിൻ്റെ മകനായി, ഞാൻ ദൈവരാജ്യത്തിൻ്റെ മകളായി. എന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കി തീർക്കുവാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒന്ന്, എനിക്ക് ദൈവം നിത്യജീവൻ നൽകി. അടുത്ത വാചകം വായിക്കാം. നിത്യജീവൻ കിട്ടി. അടുത്തത് ഇനി 2, നിത്യജീവൻ കിട്ടുന്നത് മാത്രമല്ല അത് നശിച്ചു പോകത്തില്ല. സ്തോത്രം. സ്തോത്രം. നിത്യജീവൻ കിട്ടിയെന്ന് മാത്രമല്ല അത് നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാ, ഷുവർട്ടിയാ. എന്താ ഗ്യാരണ്ടി? ചില സാധനങ്ങൾ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കും പോയി, അവർ പറയും ഈ സാധനം എടുത്തുകൊണ്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഇതിന് ഗ്യാരണ്ടി ഒന്നും, എപ്പോൾ വേണേലും ഇതെന്ത് ചെയ്യാം, അടിച്ചു പോകാം. എന്നാൽ ചില സാധനങ്ങൾ നമ്മൾ ഗ്യാരണ്ടി ഉള്ളത് വാങ്ങിക്കും. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യും, വാങ്ങിക്കും. എക്സ്റ്റൻഡഡ് വാറണ്ടി വാങ്ങിച്ചാൽ 3 വർഷത്തേക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി വാങ്ങിച്ചാൽ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഈ സാധനത്തെക്കുറിച്ച് ആ തരുന്ന കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. അല്ലേ? ആ തരുന്ന കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഗ്യാരണ്ടി ഇല്ലെങ്കിലോ? ഇപ്പോൾ ഞാൻ ഇവിടെ പലപ്പോഴും പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ ഇവിടെ കടക്കാരൻ പറയും, സാറേ നീ കൊണ്ടുപോക്കോ, ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷേ ഞാനിവിടെ ഈ കട നടത്തുന്നിടത്തോളം കാലം നീ കൊണ്ടുവന്നാൽ 1 വർഷത്തിനകം ഞാനിത് മാറ്റിത്തരാം, ഗ്യാരണ്ടി ഒന്നുമില്ല. അത് എന്നോട് ആ കടക്കാരനുള്ള ബന്ധത്തിനനുസരിച്ച് അവൻ പറയും, നീ അത് കൊണ്ടുപോകാൻ ഞാൻ തിരിച്ചു തരാം, പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല, പക്ഷേ തിരിച്ചു തരാം. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എന്താ? ഒരു നാളും നീ നശിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ നിന്നെ നശിപ്പിച്ച് കളയുവാൻ ശത്രുവിന് കഴിയത്തില്ല. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവരാജ്യത്തിന്റെ അവകാശിയാണെങ്കിൽ, സ്തോത്രം, നീ ഒരു ദൈവമകനാണെങ്കിൽ മകളാണെങ്കിൽ നിന്നെ നശിപ്പിച്ച് കളയുവാൻ, ഈ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടന് കഴിയത്തില്ല. ഇതാണ് ദൈവവചനത്തിന്റെ മറ്റൊരു സംരക്ഷണം. ഇന്ന് പകലിൽ പറയാമോ, എനിക്ക് കിട്ടിയ സംരക്ഷണത്തിനായി സ്തോത്രം. ആരും ഒരു നാളും നശിപ്പിച്ച് കളയത്തില്ല. മാത്രമല്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന്
പിടിച്ചു പറിക്കുകയില്ല. ഈ വാചകം വായിക്കുമ്പോൾ ഇതിനകത്ത് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? പിടിച്ചു പറിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഈ സംരക്ഷണത്തെക്കാൾ കൂടുതൽ പിടിച്ചു പറിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? അതിൻ്റെ ഭദ്രതയാണ്, അതിൻ്റെ ഉറപ്പം. സ്തോത്രം. ഇന്ന് പകൽ ധൈര്യമായിട്ട് സാക്ഷി പറയാൻ പറ്റുമോ? 2025 വരെ ഞാൻ ജീവിച്ച ഈ കാലഘട്ടത്തിൽ ഇതുവരെയും ശത്രുവിന് എന്നെ വിട്ടുകൊടുക്കാതെ ദൈവം തൻ്റെ കരങ്ങളിൽ എന്നെ വഹിച്ചു. സ്തോത്രം. എൻ്റെ ഭദ്രത അതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉറപ്പ് എന്താണ്? സ്തോത്രം. നമ്മുടെ ഉറപ്പ് എന്താണ്? എന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നത്, പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇന്ന് പകല് ധൈര്യമായിട്ട് പറയാമോ? എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ നടത്തിപ്പുകാരനായ ദൈവം, എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം. ഒരുപക്ഷെ ജീവിതത്തിൽ ചില ശൂന്യതകൾ നമ്മളിൽ സംഭവിച്ചെന്ന് വരാം, ചില കഷ്ടങ്ങൾ നമ്മളിൽ സംഭവിച്ചെന്ന് വരാം, ചില അനർത്ഥങ്ങളോ ആപത്തുകളോ ഒക്കെ നമ്മളിൽ ഉണ്ടായെന്ന് വരാം. നമ്മുടെ കുടുംബാംഗങ്ങളിൽ ചിലര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് വരാം. ഇതൊക്കെ വേദനാജനകമാണെങ്കിലും ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവിക ഭദ്രത വലുതാണ്. എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവികമാകുന്ന ശ്രേഷ്ഠത, എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവികമാകുന്ന കരുതലുകൾ അത് വലുതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഞാനിവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നിത്യജീവനുണ്ട്. 2, അവ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. 3, ഒരു നാളും നശിച്ച് പോകത്തില്ല. ഇന്ന് പകൽക്കാലം പറയാമോ? അല്ലെങ്കിൽ എന്നെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ദുഷ്ടനായവൻ പലപ്പോഴും ശ്രമിച്ചു. ഞാൻ വീഴുവാൻ തക്കവണ്ണം ശത്രു എന്നെ എത്ര പ്രാവശ്യം തള്ളി. ഞാൻ തകർന്നു പോകുമെന്ന് ലോകക്കാർ വിധി എഴുതി. അപകടങ്ങൾ, ആപത്തുകൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചില രോഗങ്ങൾ എന്നെ പിടിക്കാമായിരുന്നു. എന്നാൽ ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ ഭദ്രമായ കരങ്ങളിൽ ദൈവം എന്നെ വഹിച്ചു. ഇന്ന് പകലിൽ പറയാമോ? ദൈവം എന്നെ തൻ്റെ ഭദ്രമായ കാര്യങ്ങളിൽ വഹിച്ചു. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഞാൻ എടുത്തു പറഞ്ഞത്, ഹല്ലേലൂയ, പുരാതനനായ ദൈവം എൻ്റെ സങ്കേതമായിരുന്നു. സങ്കേതം എന്ന് പറഞ്ഞാൽ ഹീ ഈസ് മൈ റെഫ്യൂജ്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം. അഭയസ്ഥാനം. അഭയസ്ഥാനം എന്ന് പറഞ്ഞാൽ ശത്രു പീഡിപ്പിക്കാൻ നമ്മളെ പുറകിൽ നിന്ന് ഓടിക്കുമ്പം, സ്തോത്രം, ഉറപ്പുള്ള സങ്കേതത്തിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കത്തക്കവണ്ണം ദൈവം തൻ്റെ കരുതലുകൾ എൻ്റെ മേൽ വെച്ചു. എൻ്റെ പകലിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ദൗത്യമുണ്ട് കേട്ടോ. ഇത്രയും സംരക്ഷണം, 1 നശിപ്പിക്കാതെ, 2 ഹല്ലേലൂയ, ഹല്ലേലൂയ, 2 ആ കൈകളിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാതെ നിത്യജീവൻ നൽകി എന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന് ഈ വർഷം ഞാൻ എന്ത് കൊടുത്തു? സ്തോത്രം, സ്തോത്രം. ഈ വർഷം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയോ? ഒരുപക്ഷെ ജീവിതയാത്രയിൽ നമ്മൾ നിരാശപ്പെട്ട് ആരാധന മടുത്തോ, ക്ഷീണിച്ചോ? ഹല്ലേലൂയ. എത്രയോ ദിവസങ്ങൾ ഒരുപക്ഷെ ഉദാസീനതയോടെ നമ്മൾ കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാനുള്ളത്, നമ്മളുടെ ആ ആയുസ്സുകളിൽ ഓരോ ദിവസവും ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ മറന്നു പോകരുത്, ഓരോ ദിവസവും നാം നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുക. മറന്നു പോകരുത്. ഓരോ ദിവസവും നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നാം നിത്യതയോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. 2, ഓരോ ദിവസവും നാം നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറന്നു പോകരുത്. ഓരോ ദിവസവും നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, ദൈവശക്തിയെ പ്രാപിക്കണം. ഹല്ലേലൂയ. പിന്മാറിപ്പോകാതെ ഉറപ്പുള്ളവരായി നാം ജീവിക്കണം. സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ ആത്മീക ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേകർ പിന്മാറുന്നു. വിശ്വാസത്തിൽ നിന്ന് അനേകർ ക്ഷീണിച്ചു പോകുന്നു. സ്തോത്രം. എന്താ ഈ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിക്കുവാനും പിന്മാറിപ്പോകുവാനും കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും മെയിൻ പ്രശ്നം, നമ്മളൊരു പക്ഷേ നമ്മുടെ സഭാ നേതാക്കന്മാരെ,
അല്ലെങ്കിൽ ആത്മീക നേതൃത്വത്തെ, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള സീനിയർ ലീഡേഴ്സിനെ, അല്ലെങ്കിൽ ഉയർന്ന വിശ്വാസികളെയാണ് നോക്കുന്നത്. നമ്മൾ ആരെ നോക്കുന്നില്ല. ശരിക്കും ക്രിസ്തുവിനെ നോക്കേണ്ട വണ്ണം നോക്കുന്നില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്നെ നോക്കും, ഞാൻ നോക്കുകയാണെങ്കിൽ എന്നേക്കാൾ സീനിയറായിട്ടുള്ള പാസ്റ്റർമാരെ നോക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്ന ഉന്നതരായ വ്യക്തികളെയൊക്കെ നോക്കും. അവരൊക്കെ വീണവരും പരാജയപ്പെട്ടവരും ക്ഷീണിച്ചവരും വിശ്വാസത്തിൽ മടുത്തുപോയവരുമാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, യേശു പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയെന്ന് വരാം, സംസ്കാരങ്ങൾ മാറിയെന്ന് വരാം. ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പുള്ള ആരാധന രീതിയല്ല ഇന്നുള്ളത്. ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പുള്ള ഭക്ഷണ രീതിയല്ല പലതും ഇന്നുള്ളത്. ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പുള്ള ഡ്രസ് കോഡല്ല ഇന്ന് അനേകർക്കുള്ളത്. പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദൈവത്തിൻ്റെ നിയമവും ദയയും നമ്മെ വിട്ടു മാറത്തില്ല. മറന്നു പോകരുത്. എന്തെല്ലാം മാറിപ്പോയാലും ദൈവത്തിൻ്റെ നിയമവും നീതിയും ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മെ വിട്ട് മാറത്തില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരുവൻ ജീവിക്കുമ്പോൾ ഒരു ഉറപ്പുണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ? ഒന്ന്, എനിക്ക് തന്ന നിത്യജീവനെ ഞാൻ നിലനിർത്തും. വലിയ കൺഫ്യൂഷൻ ആൾക്കാർക്ക്. എന്താ കൺഫ്യൂഷൻ എന്നറിയാമോ? രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടത്തില്ലയോ? 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനെക്കുറിച്ച് ശക്തമായി ചിന്തിക്കാറുണ്ട്. നമുക്കിത് പോയാലും ഒന്നും അറിയത്തില്ല. ഇതെന്താന്ന് പോലും, രക്ഷ എന്താന്ന് പോലും അനേകർക്ക് എന്തല്ല അറിയത്തില്ലെന്ന്. പ്രത്യേകിച്ച് ദൈവമക്കളെന്ന് പറയുന്നത് ഒത്തിരി പേർക്കും അറിയത്തില്ല. എന്താ രക്ഷ എന്നറിയത്തില്ല, എന്താ സ്നാനം എന്നറിയത്തില്ല, എന്താ വീണ്ടും ജനനമെന്നറിയത്തില്ല. എന്താ രക്ഷ? എന്താ സ്നാനം? അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്. രക്ഷ നഷ്ടപ്പെടുവോ? പക്ഷെ ദൈവവചനം പറയുന്നു, ദൈവം ദാനമായി തന്ന രക്ഷ അത് ദൈവമായിട്ട് എടുത്തു കളയത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ തെറ്റായ നടപടി കൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയും. പലരുടെയും പഠിപ്പിക്കൽ എന്നാണെന്നറിയാമോ? ഒരിക്കൽ രക്ഷ കിട്ടിയാൽ എന്ത് ചെയ്യത്തില്ല, അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. പിന്നെ എങ്ങനെ അങ്ങ് പോകാമെന്ന്. പക്ഷെ ദൈവവചനം പറയുന്നത് എങ്ങനെ അങ്ങ് പോകാമെന്നല്ല. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം എനിക്ക് എങ്ങനെയും പോകാം. പക്ഷെ എന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ട്. അത് എന്നോടും ചോദിക്കും, ഈ കേൾക്കുന്ന എല്ലാവരോടും ചോദിക്കും. നാളുകളിൽ ഓൺലൈനിലൂടെ പക്ഷേ ഈ വചനം കേൾക്കുന്ന പലരോടും ഇത് ചോദിക്കും. ചിലരൊരു പക്ഷേ വിമർശിച്ചെന്ന് വരാം. പക്ഷേ ജീവിക്കുമ്പോൾ നല്ലത് ചെയ്താൽ അതിന് തക്കവണ്ണമുള്ള പ്രതിഫലവും, ജീവിക്കുമ്പോൾ തീയത് ചെയ്താൽ അതിന് തക്കമുള്ള ശിക്ഷയും നമുക്ക് കിട്ടിയിരിക്കും. സ്തോത്രം. ദൈവം ആരോടും എന്ത് ചെയ്യുന്നില്ല, മുഖപക്ഷം കാണിക്കുന്നില്ല. അത് വലിയ ഉദ്ദേശിയോടും ചെറിയ ഉദ്ദേശിയോടും, വലിയ അച്ഛനോടും വലിയ തിരുമേനിയോടും, സ്തോത്രം, വലിയ വിശ്വാസിയോടും ചെറിയ വിശ്വാസിയോടും, വലിയ പണക്കാരനോടും ചെറിയ പണക്കാരനോടും എല്ലാം ദൈവം കണക്ക് ചോദിക്കും. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാമോ? അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തയോടെ ജീവിച്ചോണം. സ്തോത്രം. മറന്നു പോകരുത്. ദൈവം ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തയോടെ ജീവിച്ചേ പറ്റൂ. ഞാൻ ജീവിച്ചേ പറ്റൂ. സ്തോത്രം. ദൈവം തരുന്ന പണത്തിന്, ദൈവം തരുന്ന ആരോഗ്യത്തിന്, ദൈവം തരുന്ന കഴിവിന്, ദൈവം തരുന്ന അവസരങ്ങൾക്ക്, ദൈവം തരുന്ന ശക്തിക്ക് എല്ലാം 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 വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ശമൂവേൽ പറയുന്നത് പോലെ, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. സ്തോത്രം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നോണം. സ്തോത്രം. ഇന്ന് അനേകരുടെ പഠിപ്പിക്കലും ഒക്കെ എന്ന് പറയുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിലൊരു വാക്യമുണ്ട്. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും
വിശുദ്ധരായിരിക്കും. അപ്പൊ കഴിയുന്നിടത്തോളം എന്ത് ചെയ്യണം? കഴിയുന്നിടത്തോളം, നമുക്ക് കഴിയുന്നിടത്തോളം വിശുദ്ധി നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തണം. നമുക്ക് കഴിയുന്നിടത്തോളം സത്യം നാം നിലനിർത്തണം. നമുക്ക് കഴിയുന്നിടത്തോളം വിശ്വസ്തത നാം നിലനിർത്തണം. നമുക്ക് കഴിയുന്നിടത്തോളം നന്മ ചെയ്യാൻ മടുത്തു പോകരുത്. നമുക്ക് കഴിയുന്നിടത്തോളം ജീവിതത്തിൽ ദൈവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ജീവിതത്തിൽ ചിലതിനൊക്കെ വില കൊടുക്കണം. വില കൊടുക്കേണ്ടാത്തതിനെ തള്ളിക്കളയണം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവിക സത്യത്തിൽ നിലനിൽക്കണം. ഒരുപക്ഷെ ഈ മെസ്സേജ് ഞാനിപ്പോൾ പറയുമ്പോൾ അനേകർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല എൻ്റെ പ്രഹസനം, എൻ്റെ അസത്യം ഒന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കത്തില്ല. സ്തോത്രം. ഇനിയും ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ദൈവിക മൂല്യങ്ങൾ നിലനിർത്തുന്നവരായി നാം ജീവിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ജീവിക്കണം? ചിലരുടെയൊക്കെ ചിന്താഗതി, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അതുകൊണ്ട് ദൈവം എന്നെ നോക്കി ഞാൻ കാണിക്കുന്ന തെറ്റൊക്കെ ചിരിച്ച് കാണിച്ച്, ദൈവം എന്നെ നോക്കി ഞാൻ കാണിക്കുന്ന തെറ്റൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് എന്നെ അങ്ങ് എന്ത് ചെയ്യും? അങ്ങ് വിടുവെന്ന. പക്ഷെ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷം ഇല്ല. ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് എല്ലാവരോടും ഒരുപോലെ ചോദിക്കും. സ്തോത്രം. എല്ലാവരോടും ഒരുപോലെ ചോദിക്കും. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നീ ദൈവകൽപ്പനയാണ് രക്ഷിക്കപ്പെട്ടത്, ദൈവകൽപ്പനയാണ് സ്നാനം ഏറ്റത്, ദൈവകൽപ്പനയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും. പക്ഷേ അവിശ്വസ്തത കാണിച്ചാൽ അതിന് കണക്കും കൊടുക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മറന്നു പോകാതെ, ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ മറന്നു പോകാതെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഉറപ്പോടെ നമ്മൾ ജീവിക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവിക സംരക്ഷണം ദൈവവൈതലിന് വേണ്ടി എങ്ങനെ നിലനിൽക്കുന്നു? ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേർഡ്സ് 31. അറിഞ്ഞിരുന്നോണം, ലോകത്തിലെ ആൾക്കാരെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രീതിപ്പെടുത്താൻ നമ്മൾ പോകുന്നെങ്കിൽ അറിഞ്ഞിരിക്കുക, ദൈവം അനുകൂലമല്ലെങ്കിൽ ആർക്കൊക്കെ നമ്മളോട് പ്രീതി തോന്നിയാലും ആ പ്രീതി ഒന്നും എന്ത് ചെയ്യത്തില്ല? വർക്കൗട്ട് ആകത്തില്ല. ആ പ്രീതി ഒന്നും എന്ത് ചെയ്യത്തില്ല? വർക്കൗട്ട് ആകത്തില്ല. ഇത് സംബന്ധിച്ച് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ല. അതുകൊണ്ട് ലോകക്കാരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും അതിനു വേണ്ടി വലിയ കോട്ടൊന്നും ഇട്ട് ഇറങ്ങണ്ട. ദൈവസന്നിധിയിൽ നീതിയായത്, സത്യമായത്, ഭക്തിയായത്, വിശ്വസ്തമായത് നിലനിൽക്കുന്നത് ദൈവം നമ്മളെ നോക്കുമ്പോൾ കുറവില്ലാതിരിക്കത്തക്കവണ്ണം നമ്മൾക്ക് എന്തുണ്ടാകണം? ഹല്ലേലൂയ, ഒരു വ്യക്തമായ തിരിച്ചറിവ് വേണം. ലാഭം കിട്ടിയാലും ഇല്ലെങ്കിലും ഹല്ലേലൂയ, ചന്ദ്രക്കും മേശക്കും അഭയന്തരവും ഒക്കെ പറയുന്നത് പോലെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപ വിട്ട്, ഞങ്ങൾ പഠിച്ച ആരാധന രീതി വിട്ട് ഹല്ലേലൂയ, രാജാവേ നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യോ? ഹല്ലേലൂയ, ഞങ്ങൾ ജീവിച്ചാലും ഇല്ലെങ്കിലും നിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കത്തില്ല. ദൈവം നാളുകളിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തതയോട് ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ലോകത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ടുന്നവരല്ല നമ്മൾ. പിന്നെയോ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി പോകേണ്ടുന്നവരല്ല നമ്മൾ. ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് വിശ്വസ്തരായി, സത്യസന്ധരായി, ദൈവകൃപയുള്ളവരായി, അതിലെല്ലാം ഉപരിയായി ദൈവത്തിന് ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നെങ്കിൽ ഈ വിളി കേൾക്കണം.
മോനെ മോളെ എന്നുള്ള വിളിയല്ല കേൾക്കണ്ടേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അടുത്ത വാചകം എൻ്റെ മനസ്സിൽ ഓർത്തു വരുന്നത് ഇങ്ങനെയാണ്: നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായി നീ ജീവിച്ചാൽ, അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു നിർത്താം. നല്ലവനും വിശ്വസ്തനുമായി ജീവിക്കുവാൻ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. നല്ലവനും വിശ്വസ്തനുമായി ജീവിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളയേണ്ടി വരും. നല്ലവനും വിശ്വസ്തനുമായി ജീവിക്കുവാൻ വില ഒത്തിരി കൊടുക്കേണ്ടി വരും. സ്തോത്രം. എന്താണ് ദൈവവചനത്തിൽ പറയുന്നത്? മോശയും പൗലോസും ഒക്കെ പറയുന്നുണ്ട്, ലാഭമായിരുന്നതൊക്കെ ഒരുപക്ഷെ ഛേദമെന്ന് എണ്ണേണ്ടി വരും. ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാൻ ഇടവരാത്ത സാഹചര്യങ്ങളിലൂടെ നീ പോകേണ്ടി വരും. ഈ ജീവിത സാഹചര്യം നിലനിർത്തിയെങ്കിലേ നിങ്ങളെയും എന്നെയും നല്ലവനും വിശ്വസ്തനും എന്ന് വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവിക സംരക്ഷണം ദൈവ പൈതലിനുള്ളത് വലുതാണ്. അത് ലോകത്തിൽ ആർക്കും കവർന്നു കളയാൻ കഴിയത്തില്ല. ദൈവിക സംരക്ഷണം നിത്യജീവൻ നൽകുന്നതാണ്. ദൈവിക സംരക്ഷണം ആരും നിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. ഹല്ലേലൂയ. ആരും നിന്നെ നശിപ്പിച്ച് കളയത്തില്ല. അത്ര ശ്രേഷ്ഠമായ ഒന്നാണ്. എന്നാൽ അതിന് വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതവും നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അതിനുവേണ്ടി നിലനിർത്തിപ്പോകുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.